ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. നാടൻ ഒഴിച്ചുകറിയാണ്, പപ്പായ കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഈ ഒരു പപ്പായ കറി തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. പപ്പായ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ തീരെ ചെറിയ കഷ്ണങ്ങളായിട്ടല്ല, ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും പിന്നെ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. സവാള മുഴുവൻ വേണ്ട, ഇതുപോലെ പകുതി എടുത്താൽ മതിയാവും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ഒഴിവാക്കാം, എന്നാലും സവാള ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്, കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട, പപ്പായ വെന്ത് കിട്ടാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ കൊണ്ട് തന്നെ നന്നായിട്ട് പപ്പായ വെന്ത് കിട്ടും. പപ്പായ ഇവിടെ വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ എടുത്തോളൂ. സാധാരണ പപ്പായയുടെ കൂടെ പരിപ്പൊക്കെ ചേർത്തിട്ട് കറി വെക്കാറുണ്ടല്ലോ. ഇവിടെ പപ്പായ മാത്രമാണല്ലോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ 1-2 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ചുവന്നുള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ജീരകം, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല കട്ടിയായിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായ ദേ ഇവിടെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ല കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജാറ് കഴുകിയ വെള്ളമാണ്, ജാറ് കഴുകിയിട്ടാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടെന്ന്. അതിനനുസരിച്ചിട്ടൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുവരെയും ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് വെക്കാം. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്, ഹൈ ഫ്ലെയിമിലൊന്നും വെക്കാൻ പാടില്ല. ഇനി നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ ഒരു കറി നമ്മളിനി തിളപ്പിച്ചെടുക്കാൻ പാടില്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. തിളപ്പിച്ചെടുക്കുമ്പോൾ ചിലപ്പം കറി പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. കറി ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കറക്റ്റ് പാകത്തിനാണ് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 3 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണല്ലോ എടുത്തിട്ടുള്ളത്. 3 പച്ചമുളക് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. കറി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് എടുത്ത് വെക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ തിളപ്പിച്ചെടുക്കാനേ പാടില്ല, നന്നായിട്ട് ചൂടായി വന്നാൽ മാത്രം മതിയാവും. നമുക്കിതങ്ങ് എടുത്ത് വെക്കാം. എന്നിട്ട് കടുക് വറുത്തിടാം. അപ്പോൾ നമുക്കിനി ആ കാര്യം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് ഞാനിവിടെ 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ചുവന്നുള്ളി, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചുവന്നുള്ളി 4 ചുവന്നുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1-2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പപ്പായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പപ്പായക്ക് പകരം വെള്ളരിക്കയും കുമ്പളങ്ങയൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനലിൽ മറ്റുള്ള കറി റെസിപ്പീസൊക്കെ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്